ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ കലക്കൻ സിനിമാസ്. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ നോക്കാൻ പോകുന്നത് വാഴ 2ന്റെ റിവ്യൂ ആണ്. ഇത് എന്റെ പേഴ്സണൽ അഭിപ്രായം മാത്രമാണ്. വാഴ 2ന്റെ കഥ എന്ന് പറയുന്നത് നമ്മൾ റിയൽ ലൈഫിൽ തന്നെ ഒരുപാട് നേരിട്ട് കണ്ടിട്ടുള്ള സംഭവങ്ങളും അതുപോലെയുള്ള കുറച്ച് കാര്യങ്ങളൊക്കെ തന്നെയാണ്. നമ്മൾ സ്കൂൾ കാലഘട്ടത്തിൽ നടന്നിട്ടുള്ള, നമ്മുടെ സ്കൂളിലോ ക്ലാസ്സിലോ ഒക്കെ നടന്നിട്ടുള്ള ഒരുപാട് സീക്വൻസുകളും അതുപോലെ തന്നെ നമ്മുടെ ഫാമിലി, നമ്മൾ അറിയാവുന്ന ഫാമിലിയിലൊക്കെ ഉണ്ടായിട്ടുള്ള സംഭവങ്ങളൊക്കെ വെച്ചിട്ടുള്ള ഒരു കഥയാണ്. ചിത്രത്തിന്റെ റൈറ്റർ വിപിൻ ദാസ് ആണ്. ചിത്രത്തിന്റെ ഡയറക്ടറുടെ ആദ്യ പടമാണെങ്കിലും അടിപൊളിയായിട്ട് തന്നെ ചെയ്തു വെച്ചിട്ടുണ്ട്. സിനിമ നല്ല മേക്കിംഗ് ഒക്കെ ആയിരുന്നു. അതുപോലെ തന്നെ ഫൈറ്റ് സീൻ എടുത്തു പറയേണ്ടതാണ്. സിനിമയിൽ നടക്കുന്ന കുറച്ച് ഫൈറ്റ് സീൻസ് ഒക്കെ ഉണ്ട്. ആ ഫൈറ്റ് സീനൊക്കെ ശരിക്കും നടക്കുന്ന, ഇടി നടക്കുമ്പോൾ എങ്ങനെയായിരിക്കും അതുപോലെ തന്നെയാണ് എടുത്തു വെച്ചിരിക്കുന്നത്. അടിപൊളിയായിരുന്നു. ഫൈറ്റ് ഡയറക്ടർ ആരാന്നറിയില്ല, എന്തായാലും സൂപ്പർ ആയിട്ടുണ്ടായിരുന്നു. അതുപോലെ തന്നെ സിനിമയിൽ ക്യാമറ വർക്കും അടിപൊളിയായിരുന്നു. ഫൈറ്റ് സീക്വൻസ് ആണെങ്കിലും അല്ലാത്തതൊക്കെ നല്ല രീതിയിൽ തന്നെ എടുത്തു വെച്ചിട്ടുണ്ട്. പിന്നെ സിനിമയുടെ മ്യൂസിക് ഡയറക്ടർ ആദ്യം പാട്ട് മാത്രമായിട്ട് ഇറങ്ങിയപ്പോൾ എനിക്ക് അത്രക്കാണ് ഇഷ്ടപ്പെട്ടില്ലായിരുന്നു. പക്ഷെ സിനിമയിൽ ആ പാട്ടും സീനും ഒക്കെ കൂടി ഒന്നിച്ച് വന്നപ്പോൾ എല്ലാ പാട്ടും അടിപൊളിയായിരുന്നു. അതുപോലെ തന്നെ സിനിമയിൽ ഒന്ന് രണ്ട് ഇമോഷണൽ സീൻസ് ഒക്കെ ഉണ്ട്. ഒന്ന് രണ്ടല്ല, കുറച്ചധികം ഇമോഷണൽ സീനൊക്കെ ഉണ്ട്. അതിൻ്റെ ചില സീനിലൊക്കെ ഞാൻ പോലും അറിയാതെ തന്നെ എന്റെ കണ്ണിനൊക്കെ വെള്ളം വന്ന കുറച്ച് സീൻ ഉണ്ടായിരുന്നു. ആഷിറിന്റെ ചെറുപ്പ കാലഘട്ടത്തിൽ ഒരു സീൻ കാണിക്കുന്നുണ്ട്. അതിൻ്റെ അകത്ത് ആഷിറിന്റെ ഉമ്മ മീന് തീറ്റ കൊടുക്കുന്ന ഒരു സീൻ ഉണ്ട്. അത് കഴിഞ്ഞ ശേഷം ഒരു സീക്വൻസ് വരുന്നുണ്ട്. ആ സീക്വൻസ് ഉണ്ടപ്പോഴും അതുപോലെ തന്നെ വേറെ ഒരു സീൻ ഉണ്ട്. നമ്മൾ ഒരുപാട് തവണ വീഡിയോയിലൊക്കെ കണ്ട് ചിരിച്ചിട്ടുള്ളത്, ഒരു വിഷുവിന് പടക്കം പൊട്ടുന്നത്, വിഷു വരാൻ പോകണം. അപ്പോൾ ഇത്തവണ ആ സ്റ്റാറ്റസ് ഒക്കെ ഇടുന്ന ഒരുപാട് പേരുണ്ടാവും. നമ്മൾ ഒരുപാട് തവണ കണ്ട് ചിരിച്ചിട്ടുള്ള ഒരു സീനാണ് പടക്കം പൊട്ടിച്ചിട്ട് ഓടിക്കോ എന്ന് പറയുമ്പോൾ ഒരു അച്ഛൻ വീഴുന്നത്. അത് ഈ സിനിമയിൽ റീക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. പക്ഷേ ഈ സീനെ റീക്രിയേറ്റ് ചെയ്ത് വെച്ചാകുന്ന ഒരു സീനുണ്ട്. ആ സീൻ കണ്ടപ്പോഴും അതുപോലെ തന്നെയായിരുന്നു. എനിക്ക് ഭയങ്കരമായിട്ട് സങ്കടം വന്നു. കണ്ണിൽ ഞാൻ പോലും അറിയാതെ ഭയങ്കര വെള്ളം വന്ന ഒരു സീനായിരുന്നു അത്. അതുപോലെ തന്നെ ഈ പടത്തിൽ ഒരുപാട് അങ്ങനെ ഇമോഷണൽ സീനും അങ്ങനെ അടിപൊളി ചിരിക്കാനായിട്ടുള്ളതും അങ്ങനെ കൈയടിക്കാൻ പറ്റിയ മൊമെന്റ് ഒക്കെ ഉണ്ട്. സിനിമയിലെ ഈ ഇമോഷണൽ സീനൊക്കെ കഴിഞ്ഞ് സിനിമ തീർന്നെന്നും പറഞ്ഞ എല്ലാവരും കൈയടിച്ച ശേഷം ഒരു ടൈലന്റ് ഉണ്ട്. ആ ടൈലന്റ് എന്താണെന്ന് ഞാൻ പറയുന്നില്ല. അത് നിങ്ങൾ തിയേറ്ററിൽ തന്നെ കണ്ട് എക്സ്പീരിയൻസ് ചെയ്യേണ്ട ഒരു സാധനമാണ്. തിയേറ്റർ ബ്ലാസ്റ്റ് ആയ നിമിഷമായിരുന്നു ആ ടൈലന്റിൽ. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾക്ക് തിയേറ്ററിൽ പോയി എൻജോയ് ചെയ്ത് കാണാൻ പറ്റുന്ന ഒരു നല്ല ചിത്രം തന്നെയാണ് വാഴ 2. അപ്പോൾ ആട് 3ക്ക് ലോങ് റൺ ലഭിക്കാതെ പോയി. അതിന്റെ ആവറേജ് പടമായിരുന്നു ആട് 3. അത് നമ്മൾ ഓൾറെഡി റിവ്യൂ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ആ ആട് 3ക്ക് ലഭിക്കാതെ പോയ ലോങ് റൺ വാഴ 2 എന്തായാലും കിട്ടും. 100 കോടിയും കടന്ന ചിത്രം ബോക്സ് ഓഫീസിൽ മുന്നേ. ദൃശ്യം 3 മാറ്റിയത് ദൃശ്യം 3ക്കും അതുപോലെ തന്നെ വാഴ 2ക്കും ഗുണമാണ് ചെയ്തിരിക്കുന്നത്. നമ്മുടെ ചാനൽ ഇതുപോലെ സിനിമ റിവ്യൂവും അതുപോലെ ബോക്സ് ഓഫീസ് അപ്ഡേറ്റും അതുപോലെ തന്നെ സിനിമ അപ്ഡേറ്റ് ഒക്കെയാണ് പറയുന്നത്. നമ്മൾ റിവ്യൂവിനെ വലിച്ചു നീട്ടി കുറയൊന്നും പറയുന്നില്ല. അതിനകത്ത് മെയിൻ ആയിട്ടുള്ള പോയിന്റ് നിങ്ങൾ തിയേറ്ററിൽ കാണണോ വേണ്ടേ എന്നുള്ളത് മാത്രമേ പറയുള്ളൂ. എന്തായാലും തിയേറ്ററിൽ കാണാൻ പറ്റിയ ഒരു നല്ല ചിത്രം തന്നെയാണ്. അപ്പോൾ അടുത്ത വീഡിയോയിൽ ഉടനെ കാണാം.